8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ 3-ാമത്തെ യൂണിറ്റിൽ വരുന്ന അമ്മമ്മ എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എം. മുകുന്ദൻ. മലയാളത്തിലെ ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് എം. മുകുന്ദൻ. ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥനായും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ടാണ് എം. മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, ആവിലായിലെ സൂര്യോദയം, ഡൽഹി, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, ആകാശത്തിനു ചുവട്ടിൽ ആദിത്യനും രാധയും മറ്റു ചിലരും, ഒരു ദളിത് യുവതിയുടെ കഥനകഥ, കിളിവന്നു വിളിച്ചപ്പോൾ, രാവും പകലും, സാവിത്രിയുടെ അരഞ്ഞാണം, റഷ്യ, കേശവൻ്റെ വിലാപങ്ങൾ, നൃത്തം, ഈ ലോകം അതിലൊരു മനുഷ്യൻ, സീത, പ്രവാസം, ഡൽഹി, ഗാഥകൾ, കുട നന്നാക്കുന്ന ചോയി, നിങ്ങൾ, ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്നിവ എം. മുകുന്ദൻ്റെ രചനകളാണ്. ആശയം: എം. മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന ചെറുകഥാ സമാഹാരത്തിലെ ഒരു കഥയാണ് അമ്മമ്മ. കൃപാകരൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് 20 സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു വീടും വെച്ച് ആ വീട് കാണാൻ തൻ്റെ അമ്മമ്മയെ വിളിക്കുകയാണ്. മുറുക്കാൻ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കാനുള്ളത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മമ്മ ആദ്യം സമ്മതിക്കുന്നില്ല. യാത്രയ്ക്കൊന്നും വയ്യ, വീടിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. പക്ഷേ കൃപാകരന് ഒരേ നിർബന്ധം, അമ്മമ്മ വരണം. ഞാൻ കാറുമായി വരാം, കാർ കൊണ്ടുചെന്നു പടിക്കൽ നിർത്താം, തിരിച്ചും പടിക്കൽ കൊണ്ടുവന്ന് വിടാം എന്ന് പറയുന്നു. അങ്ങനെ അമ്മമ്മ സമ്മതം മൂളുന്നു. ഞായറാഴ്ച രാവിലെ തന്നെ അയാൾ സ്നേഹിതൻ വാസുവിൻ്റെ കാർ എടുത്ത് അമ്മമ്മയെ കൂട്ടാനായി പോയി. കസവ് മുണ്ടും ബ്ലൗസും ധരിച്ച് പോകാനായി റെഡിയായവർ നിൽപ്പുണ്ടായിരുന്നു. എന്തിനെക്കുറിച്ചും കൃത്യമായി അഭിപ്രായങ്ങൾ ഉള്ള അമ്മമ്മ പൂന്തോട്ടത്തിൽ കുറച്ച് ക്രിസാന്തിമം കൂടി വേണമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. നഗരത്തിലെ വിശേഷങ്ങൾ അറിയാൻ അവർ ഉത്സാഹം കാണിച്ചു. സംസാരത്തിനിടയിൽ തനിക്ക് യാത്രകൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടം പറയുന്നു. അമ്മമ്മയെ ഞാൻ ഒരിക്കൽ മദ്രാസിൽ കൊണ്ടുപോകാം എന്ന് കൃപാകരൻ പറയുന്നു. എന്നാൽ അവരുടെ മറുപടി തികച്ചും വ്യത്യസ്തമായിരുന്നു. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം, കാണണമെങ്കിൽ ദുബായ് കാണണം. വിവിധ ഭക്ഷണങ്ങളാൽ സമൃദ്ധമായ തീന്മേശയിൽ നിന്ന് ന്യൂഡിൽസും ചിക്കൻ ചില്ലിയും സോയാ സോസുമൊക്കെ കൂട്ടി അമ്മമ്മ കഴിക്കുന്നത് കണ്ട് കൃപാകരൻ അതിശയിച്ചു. പിന്നീട് സ്റ്റീരിയോ സിസ്റ്റത്തിൽ പാട്ട് വയ്ക്കാൻ അമ്മമ്മ ആവശ്യപ്പെടുന്നു. കൃപാകരനും കുടുംബത്തിനും ഇഷ്ടപ്പെട്ട സുബ്ബലക്ഷ്മിയുടെ കീർത്തനം വെച്ചു കൊടുത്തപ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടാതെ ഇരുന്ന അമ്മമ്മ അബ്ബയുടെ പാട്ടുകൾ വയ്ക്കാൻ പറഞ്ഞു. ആ പാട്ടുകൾ അവർ തലയാട്ടി രസിച്ചുകൊണ്ട് ആസ്വദിച്ചു. അമ്മമ്മയെ തറവാട്ടിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായി കൃപാകരന് തോന്നി. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ അയാളെ ബോധവാനാക്കിയിരുന്നു. വിശകലനം: കാലത്തിനൊത്ത് കോലം കെട്ടണം എന്നാണല്ലോ ചൊല്ല്. അത് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഈ കഥയിലെ അമ്മമ്മ എന്ന കഥാപാത്രം. കാലത്തിനനുസരിച്ച് പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുമ്പോഴേ ജീവിത വിജയം ഉണ്ടാകൂ. ഇവിടെ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശുകൊണ്ട് സ്ഥലം വാങ്ങി അതിലൊരു സ്വപ്ന ഭവനം തീർത്തപ്പോൾ ജന്മം സഫലമായി എന്ന് ധരിച്ചിരുന്ന കൃപാകരനെ ഒന്ന് ചിന്തിപ്പിക്കാൻ അമ്മമ്മയ്ക്ക് കഴിയുന്നു. കഥയുടെ തുടക്കത്തിൽ യാത്രയ്ക്കൊന്നും വയ്യ കൃപാകര, വീടിൻ്റെ ഒരു ഫോട്ടോ പിടിച്ചു കൊണ്ടുതന്നാൽ മതി എന്ന് പ്രായമായവരുടെ സ്ഥിരം ശൈലിയിൽ പറയുന്ന അമ്മമ്മയുടെ രീതികളിൽ പിന്നീട് സംഭവിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. പൊതുവെ ബ്ലൗസ് ധരിക്കാതെ സാരി ഉടുക്കുന്ന അവർ കസവുമുണ്ടും ബ്ലൗസും ധരിച്ച് മുടി ചീകി ഒതുക്കി വച്ചിരിക്കുന്നു. കാലിൽ ചെരുപ്പും ധരിച്ച് കൃപാകരൻ്റെ വരവിനായി നോക്കി നിൽക്കുന്നു. ഓരോ കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ടാണ് വീടിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ പുറമേ നിന്നു നല്ല കാഴ്ച, ഉള്ളിലും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം എന്ന് പറയുന്നതും പൂന്തോട്ടത്തിൽ ക്രിസാന്തിമം കൂടി വേണമായിരുന്നു എന്ന് പറയുന്നതും. വീടിന് പുറമേ ഇറങ്ങിയില്ലെങ്കിലും ചുറ്റുപാടുകളെക്കുറിച്ച് അവർക്ക് നല്ല അവബോധമുണ്ട്. 1.25 ലക്ഷം ഇന്നത്തെ കാലത്ത് അത്ര വലിയ തുകയൊന്നും അല്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാലത്തിനനുസരിച്ച് ഭക്ഷണ രീതികളിലും സംഗീതത്തിലും സംസാര രീതികളിലും വന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മാറാൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആകാൻ അവർക്ക് സാധിച്ചു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സവിശേഷത. മിനി ഉരുളി, ക്രിസാന്തിമം തുടങ്ങിയ പ്രയോഗങ്ങളും തണുത്ത സ്ക്വാഷ് കുടിക്കുന്നതും ന്യൂഡിൽസിന് മുകളിൽ സോയാ സോസ് ഒഴിച്ച് കഴിക്കുന്നതും അബ്ബയുടെ പാട്ടുകൾ ആസ്വദിക്കുന്നതും അതിന് ഉദാഹരണങ്ങളാണ്.
ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ അമ്മമ്മയ്ക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന കൃപാകരനെ അതിശയിപ്പിക്കുന്നതായിരുന്നു അമ്മമ്മയുടെ തീന്മേശയിലെ പ്രകടനങ്ങൾ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ മാറ്റങ്ങൾക്ക് വിധേയനാവാൻ തയ്യാറാവണം എന്ന വലിയൊരു ഗുണപാഠം അമ്മമ്മയിലൂടെ എം മുകുന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത്. അസുഖങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്നതും ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവാതെ പുതുതലമുറയുടെ പുതുശീലങ്ങളെ കുറ്റപ്പെടുത്തലുമൊക്കെയാണ് പൊതുവെ പ്രായമായവരുടെ രീതികൾ. അതുകൊണ്ട് തന്നെ മക്കളെയും പേരക്കുട്ടികളെയുമൊക്കെ വെറുപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ പെരുമാറ്റം മാറുന്നു. എന്നാൽ കഥയിലെ അമ്മമ്മ തികച്ചും വ്യത്യസ്തയാണ്. അവർ മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു അത്ഭുതമായി മാറുകയാണ്. ദൂരയാത്രകൾക്ക് പോകുമ്പോൾ മാത്രം ബ്ലൗസ് ധരിക്കാറുള്ള ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അവർ എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷേ അവർ കൃപാകരനും വാസന്തിക്കും കുട്ടികൾക്കും ഒരു അത്ഭുതമായി മാറുകയാണ് ചെയ്തത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാനും ഒപ്പം വാർദ്ധക്യത്തെ ഒരു ശാപമായി കാണാതെ വാർദ്ധക്യം നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു അനുഗ്രഹമായി എങ്ങനെ മാറ്റാമെന്നതിന് ഒരു മാതൃകയാണ് അമ്മമ്മ. എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് കൃപാകരൻ. കാലത്തിനനുസരിച്ച് അയാളിൽ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നുമുണ്ട്, നിനക്കൊരു മാറ്റവുമില്ല എന്ന്. ചോര നീരാക്കി പണമുണ്ടാക്കിയതും വീട് വെച്ചതുമെല്ലാം അയാളുടെ നേട്ടങ്ങളാണെങ്കിൽ കൂടി അതിനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടാണ് അയാൾ കാണുന്നത്. അതുകൊണ്ടാണ് 1.5 ലക്ഷത്തെ അമ്മമ്മ നിസാരവൽക്കരിക്കുമ്പോൾ കൃപാകരന് അത് താങ്ങാൻ കഴിയാത്തത്. അയാളുടെ പഴയ ശീലങ്ങൾക്കൊന്നും തന്നെ കാലമിത്ര കഴിഞ്ഞിട്ടും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. സ്വത്തിനും പണത്തിനുമപ്പുറം കാലത്തിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവത്തിലും ജീവിത രീതികളിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നിടത്താണ് ജീവിത വിജയമുണ്ടാകുന്നത് എന്ന വലിയ പാഠമാണ് അവൻ്റെ പ്രിയപ്പെട്ട അമ്മമ്മ അവന് പകർന്നു നൽകുന്നത്. എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായാലും മറ്റുള്ളവർ മാതൃകാപരമായി നോക്കിക്കാണുന്ന രീതിയിൽ മാറുമ്പോഴാണ് മനുഷ്യൻ ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങളായി മാറുന്നത്. ലളിതവും രസകരവുമായ പ്രയോഗങ്ങളിലൂടെയുള്ള രചനാശൈലി കഥയെ ശ്രദ്ധേയമാക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.